അസി എന്തുകൊണ്ട് വിശേഷം? എന്താ പരിപാടി ഇന്ന്? അതെ, എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അതെ. രണ്ട് ഉമ്മ ഷെമിയെ ഷെമി ഒരുങ്ങിയിട്ടില്ല. ഷെമി മേക്കപ്പ് ഇട്ടിട്ടില്ലെന്ന് വരുന്നില്ല. ഷെമി, എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? അതെന്താ ഒന്നും പറയാനില്ലാത്ത? ബിനോയെ ഏത് പേരായിരുന്നു? ഒത്തിരി ഉണ്ടല്ലേ. ആണോ ഇച്ചായ? എവിടെ പോയി കഴിക്കാൻ കയറിയാലും ബിനോയ് കഴിച്ചാൽ ഞാൻ ഡയറ്റ് കുറച്ചു ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അത് സ്ഥിരം ഡയലോഗാ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വലിയ പെരുന്നാളല്ലേ? ആ സദ്യയാണ് കേട്ടോ ഒരുക്കിയേക്കുന്നേ. ഇത് ബീട്രൂട്ട് പച്ചടി, ഇത് തീയലാണോ? ഇഞ്ചിപ്പുളി, വെണ്ടയ്ക്ക മെഴുക്ക്. അയ്യോ കാണാൻ പറ്റുന്നില്ല. പിന്നെതാ ഇത് മാങ്ങ അച്ചാറാണോ? മാങ്ങ അച്ചാറുണ്ട്, അതുപോലെ രസമുണ്ട്, മോര് കറിയുണ്ട്. അത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇതിനകത്ത് പപ്പടമാണ് കേട്ടോ. ബാക്കി സാധനങ്ങളുമായിട്ട് ഷെമി ഇപ്പം വരുന്നതായിരിക്കും. അപ്പോൾ ഇതാ അടുത്തതും കൂടെ ഷെമി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ട്. ദാണ്ട ബീഫ് കറി, നല്ല പച്ചമുളകൊക്കെ ഇട്ട ബീഫ് കറി. പിന്നെ ദാണ്ട നല്ല അവിയൽ. എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ അവിയൽ. പിന്നെ ദാണ്ട ഈ കാണുന്ന മഞ്ഞക്കറി, പരിപ്പ് കറി, ഇത് മോര് കറിയായിരുന്നു കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇന്ന് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മുടെ ഇലയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യ വിളമ്പം കാണാവേ. ഇതാണ്ട വെള്ളം എത്തി. ഷെമിയെ എത്ര കൂട്ടം കറിയാ ഷെമി ഇത്? 10 8-1-9. 8-1-9 ഇയാൾ 8-1-9 എന്നല്ലേ പറഞ്ഞത്? ഡോറയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ സദ്യ. നാസിലാത്ത ഇപ്പൊ വരത്തില്ലേ? ഇതാരാ ഇത്രയും കൂട്ടം കറി ഉണ്ടാക്കിയത്? ഇത്രയും കൂട്ടം കറികള് അതെന്താ ഡോറയുടെ ഇലയ്ക്ക് വലിപ്പം? ഞാൻ തോനെ തിന്നാൻ വേണ്ടി വലിയ സത്യം പറഞ്ഞാൽ അതാണ് കാര്യം. നമ്മളൊന്നും പറയുന്നില്ല. രാവിലെ തൊട്ടേ പരിപാടിയായിരുന്നെന്ന് തോന്നുന്നല്ലേ? ഉറങ്ങിയില്ല ഇന്നലെ രണ്ടുപേരും? ഹലോ, ആ മാറുന്ന ചുമ്മാരിടാ. അത്രയൊന്നും ഉണ്ടായിരുന്നത് ഇല്ല. ഇത്രയൊന്നും ഞാൻ കഴിക്കത്തില്ല. നീ കൊണ്ടു വേണമെങ്കിൽ ഞാൻ എടുത്തോളാം. അല്ല വേണമെങ്കിൽ ഞാൻ എടുത്തോളാം. ആ ഓ ഗുണ ആ നാസിയെ ഡോറൊക്കെയാണെങ്കിലേ കൈ എത്തുന്നില്ല കറി എടുക്കാൻ. കിറ്റാച്ചയുടെ കൈ കൊണ്ട് പോയി ചോറ് കഴിക്കാന്നോടാ? ചോറ് തിന്നോടാ? തുണി ഇറക്കുന്ന ചോറ് കഴിക്കും. ഉമ്മ ഒരു ഹായ് പറഞ്ഞു എല്ലാവർക്കും. ഷെമി ഈ ഇല ബാക്കി വെക്കൂ. ഇലയും തിന്നോ? ആണോ? ഉറപ്പാണോ? തിന്നില്ലെങ്കിൽ 100 രൂപ. ആ എന്നാ നമുക്ക് നോക്കാം. തിന്നില്ലെങ്കിൽ എനിക്ക് 100 രൂപ, തിന്നാ ഷെമിക്ക് 100 രൂപ.
തിന്നില്ലെങ്കിൽ എനിക്ക് 100 ആ തിന്നാ എനിക്ക് 100. അത് ഇത് ഇവനോട് അങ്ങ് പറഞ്ഞാൽ ഇത് ഇതാ വടിച്ചു നോക്കുവാന്നോടാ. സദ്യ കഴിക്കുമ്പോ സദ്യയായിട്ട് കഴിക്കണം. അല്ല വീട്ടിൽ വരുമ്പോ കഞ്ഞി കണ്ടാൽ ഞാൻ കുടിക്കാൻ പറ്റത്തില്ല. അയ്യോ കഷ്ടം. ഏത് സമയത്തെ കോമഡി എനിക്ക് പായസം വേണോടാ? വേണ്ട. ഇല്ലല്ല കഴിച്ചോ, ഇല കഴിക്കണം, ഇല്ലെങ്കിൽ 100 രൂപ എനിക്ക് തരണം. അല്ല ഇല കഴിച്ചാ ഇല കഴിച്ചാൽ നിനക്ക് 100 രൂപ, ഇല കഴിച്ചില്ലെങ്കിൽ എനിക്ക് 100 രൂപ. അങ്ങനെയല്ല. അങ്ങനെയാണ്. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ വെച്ചില്ല അങ്ങനെയല്ല വെച്ചത്. ശരി, കൊള്ളാം. 50 വെച്ചാൽ 10 തരം നീ കറി 10 തരം ശരി. ഇല്ല, കെട്ടിയവന് പറ്റിയ ഭാര്യ തന്നെ. അതാ ഇരിക്കുന്നത് പച്ചമുളക് വെച്ച്. നല്ല വറുത്ത് കൂടി. അളിയോ അങ്ങനെ എല്ലാവരും കാത്തിരുന്ന നാസിയുടെ ഇവനെയാണ് മെയിനായിട്ടും കാണേണ്ടത്. ഇവനെ മെയിനായിട്ടും കാണേണ്ടത് ഇല്ലേ? ഇവന്റെ ഒരു സീക്രട്ട് ഉണ്ട്. ഇവന്റെ കുലുക്കി ഡാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ നാസിയുടെ പെങ്ങളും പെങ്ങളുടെ മക്കളും. പിന്നെ ഇത് ഒരേ ഒരു കെട്ടിയനും. അത് യേശുദാസ്. ഗാനഗന്ധർവ്വൻ. അത് ഗാനഗന്ധർവ്വനാ. ആ പാട്ട് പാടുവോ? ഇപ്പൊ താളമില്ല. നാസിക്ക് ക്ഷമിക്കിട്ടേക്കുന്ന പേരാണ് വിക്രമാദിത്യന് വേതാളം എന്ന്. പെട്ടെന്ന് കഴിക്ക്. ഇങ്ങനെ ഫോട്ടോ അല്ല വീഡിയോ എടുക്കുന്നത്. നല്ലോണം ഇരുന്നില്ലെങ്കിൽ ഞാൻ മറ്റേ സീക്രട്ട് എല്ലായിടത്തും പറയും. എന്നാ ഇരുന്ന് കഴിക്ക്.